ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ആണെങ്കിൽ നെക്ക്, സ്ലീവ്, ഷോൾഡർ ജോയിൻ്റ് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ. ഇനി നമുക്ക് ഇടാനുള്ളത് നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റാണ്. അപ്പോൾ അതും ഒന്ന് സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ചുരിദാർ നമ്മുടെ ഷേപ്പിനനുസരിച്ച് രണ്ട് ഭാഗത്തും സ്ലീവ്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അതുവരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യുക. ഈ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് പിന്നെ തയ്യൽ തുമ്പിട്ടേക്കുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കിഷ്ടമുള്ള അത്രയും ഇടാമേ. എന്നിട്ട് 2 ഇഞ്ച് ഇടാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇടാം. ഇനി എന്നിട്ട് നമ്മൾ അതേപോലെ നമ്മുടെ ഷേപ്പിന് നമ്മൾ ഷേപ്പാക്കി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിലൂടെ തന്നെ സ്ലീവും തൊട്ട് നമ്മളിങ്ങനെ ചെസ്റ്റ്, വേസ്റ്റ്, ഈ ഹിപ്പ് വരെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. തയ്ച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം വരെ നമ്മളൊന്ന് തയ്ച്ചെടുത്ത് ഇവിടെ വരെ ഒന്ന് നിർത്തണം. അങ്ങനെ 2 ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് സ്ലീവ് തൊട്ട് താഴോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ മാർക്ക് കൊടുത്തേക്കുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം മുതലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകണേ. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാനേ. അങ്ങനെ നമ്മുടെ ഈ ഹിപ്പിൻ്റെ മാർക്കിൻ്റെ ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും നമ്മളൊരു ലോക്കിട്ട് സ്റ്റിച്ച് നിർത്തണം. അപ്പം നമ്മൾ ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് അതേപോലെ നമ്മൾ മറ്റേ സൈഡിലും ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വാക്കുള്ള ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ ഈ ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മൾ 1 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മളിട്ടേക്കുന്നത്. ആദ്യം നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് മടക്കുക, പിന്നെയും നമ്മൾ 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മടക്ക് ഭാഗത്ത്, അതും അകവശത്ത് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അകവശത്ത് ഈ മടങ്ങിയ ഭാഗത്ത് നമുക്കിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഭാഗമാണ് നമ്മുടെ കറക്റ്റ്. ഈ മുമ്പേ നമ്മൾ സ്റ്റിച്ച് മേളിൽ നിന്ന് കൊണ്ട് നിർത്തിയ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ മേലേക്ക് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിരിക്കണേ. കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ മേലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ ഭാഗത്ത് വന്നു. ആ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മുകളിൽ വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തുക. ഏകദേശം നമ്മളൊന്ന് നോക്കിയാൽ മതി. ഏകദേശം ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. കുറച്ച് മുകളിൽ കൊണ്ട് നിർത്തുക. എന്നിട്ട് അവിടെ സൂചി കുത്തിയാണ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ടോപ്പ് നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു ചതുരത്തിൻ്റെ ഷേപ്പിൽ നമുക്കൊരു ഇത് വേണം, ചതുര ഷേപ്പിൽ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച്
നടുവിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഈ സൈഡ് അതേ മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ഈ സൈഡും 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തണം ഈ സ്റ്റിച്ച്. എന്നിട്ട് അവിടെ കുത്തി നിർത്തണം. നിർത്തിയിട്ട് എന്നിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത പോലെ 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ലൈനിങ് തുണി കറക്റ്റ് ചെയ്ത് 1/2 ഇഞ്ച് മടക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ താഴ്ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ തുണി മറ്റേ വശം എടുക്കുക. ഈ തുണിയുടെ നല്ല വശം എടുക്കുക. നമ്മൾ അവിടെ നിന്ന് തയ്യൽ പൊട്ടിക്കാതെ നമ്മൾ മറ്റേ വശത്തോട്ട് വെച്ചിട്ട് ഇനി എന്നിട്ട് നമ്മൾ നല്ല വശത്താണ് ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഭാഗത്തായിരുന്നു നമ്മൾ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ ഈ നല്ല വശത്ത് ഈ തുഞ്ചത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ മേലേക്ക് സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ നമ്മൾ കുർത്തിയുടെ മോൾ വശത്ത് വന്നിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഈ പോയിൻറ്റിനോട് ചേർന്ന് എന്നിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. മേലെ കൊണ്ടുവന്ന് ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് നീഡിൽ കുത്തി ഇറക്കിയിട്ട് നമ്മൾ താഴോട്ട് ഒരു കോൺ ഷേപ്പിൽ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. സ്ലിറ്റ് മുഴുവൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സെയിം രീതിയിൽ തന്നെ മറ്റേ സ്ലിറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മുടെ സ്ലിറ്റ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലെവലായിട്ട് കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്ന് കറക്റ്റായിട്ട് അയൺ ബോക്സ് കൊണ്ടുവന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പം ഇതിൽ ഒരു വിട്ടുപോയ ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ലൈനിങ് ഇട്ട ചുരിദാറാണെങ്കിൽ ലൈനിങ് 1/2 ഇഞ്ച് ഒന്നും മടക്കി അടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഞാൻ നേരത്തെ അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയി, പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പം നമുക്ക് അതും കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഈ കുർത്തിയിൽ ഫൈനലായിട്ട് നമുക്ക് കാണാനുള്ളത് ഈ സ്ലിറ്റിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക എന്നുള്ളതാണ്. അതുകൂടെ ഉള്ളൂ ഈ കുർത്തിയിൽ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് കാണിക്കുവാണേ. ആദ്യം നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ സ്ലിറ്റ് മടക്കിയ പോലെ 1/2 ഇഞ്ച് മടക്കുക. പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മുടെ ഈ അകഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ അകം മാറ്റിയിട്ട് പുറവെടുത്തിട്ട് അവിടെ ഒരു അറ്റത്തിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കുർത്തി ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കറക്റ്റായിട്ട് നമുക്ക് നെക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് നമുക്ക് താഴ്ഭാഗത്തെ സ്ലിറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗം ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.